നെഹ്റു ചെയ്ത തെറ്റ് ഞങ്ങൾ തിരുത്തിയിരിക്കുന്നു. നരേന്ദ്രമോദി പാർലമെന്റിൽ പറഞ്ഞതാണ് ഈ വാചകം. എന്താണ് നെഹ്റു ചെയ്ത തെറ്റ് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കാം. നെഹ്റു ചെയ്ത തെറ്റുകളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ അത് ഒരുപാടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ കഴിയുന്നത് സിന്ധു നദീജല കരാറിൻ്റെ കാര്യത്തിലാണ്. ഈ പറയുന്ന നമുക്കറിയാം, പാകിസ്ഥാൻ്റെ വിവിധ മേഖലകൾ ഇന്ത്യയോടൊപ്പം ചേരാൻ നിന്നതായിരുന്നു. എന്നാൽ അതിലൊക്കെ നെഹ്റുവിന് വലിയ വിയോജിപ്പുണ്ടായിരുന്നു. പാകിസ്ഥാനെ നിലനിർത്തേണ്ടത് നെഹ്റുവിൻ്റെ ആവശ്യമായിരുന്നു എന്നുള്ളതാണ് അതിനകത്തെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രധാന കാര്യം. അതിന് കാരണമെന്ന് പറഞ്ഞാൽ അധികാര വിഭജനം അങ്ങനെ നടന്നില്ലെങ്കിൽ വീണ്ടും ഇന്ത്യയിൽ പ്രശ്നങ്ങളുണ്ടാകുമെന്നുള്ളത് നെഹ്റുവിന് അറിയാമായിരുന്നു. ഇവിടെ എന്തായാലും സിന്ധു നദീജല കരാറിനെ പറ്റിയിട്ടാണ് മോദി പാർലമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയിലെ 80% ജലവും പാകിസ്ഥാനെ കൊടുക്കുന്ന ഒരു മണ്ടൻ തീരുമാനമായിരുന്നു അക്കാലത്ത് എടുത്തത്. അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു പൊട്ട തീരുമാനമെടുത്തു. പല ഘടകങ്ങളിലും നമുക്കറിയാം, നമ്മളുടെ പ്രധാനപ്പെട്ട പല മേഖലകളിലും ഇന്ദിരാഗാന്ധിക്ക് പക്ഷേ ഇതിൽ നിന്ന് വിരുദ്ധമായിട്ട് ഇത്തിരി ആർജവം ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളൊക്കെ നഷ്ടമാകാതെ ഇരുന്നത്, നമ്മുടെ ഭാഗമായി മാറിയത്. ഇല്ലെങ്കിൽ അതും നഷ്ടമായേനെ. പക്ഷേ ഇന്ന് എന്തായാലും നമുക്ക് സിന്ധു നദീജല കരാറ് മരവിപ്പിച്ചതോടുകൂടിയാണ് നമ്മളുടെ ഭാഗം ക്ലിയർ ആക്കിയിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ ചെയ്തിരിക്കുന്ന ഒരു ശരി അതാണ്. കാരണം നമ്മൾ ഈ പറയുന്ന ജലം മുഴുവൻ വിട്ടുകൊടുക്കുകയും അവർ നമ്മുടെ നേരെ വിഷപ്പാമ്പുകളെ, ഭീകരരെ അയക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് മോദി കൃത്യമായ മറുപടി അവിടെ കൊടുത്തത്. വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്നുള്ളത്. വെള്ളം കൊടുക്കാം, പക്ഷേ മുഴുവൻ ഭീകരരെയും നമുക്ക് കൈമാറണം. ഈ പറയുന്ന മുംബൈ ഭീകരാക്രമണവും പാർലമെൻറ്റ് അറ്റാക്കും ഒക്കെ നടത്തിയ ഭീകരർ ഇപ്പോഴും പാകിസ്ഥാനിൽ കഴിയുമ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു തീരുമാനമല്ല. അവരുടെ ഭീകരപ്രവർത്തനത്തിന് കൃത്യമായ മറുപടി കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ കൃത്യമായ മറുപടി കൊടുത്തത് കൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഒന്ന് അടങ്ങിയിരിക്കുന്നതും. ജലം കിട്ടാത്തത് കൊണ്ടാണ് പാകിസ്ഥാൻ അവിടെ കിടന്ന് മുറവിളി കൂട്ടുന്നത്. ദൈവത്തെ ഓർത്ത് ദയവ് ചെയ്ത് അങ്ങേയറ്റം താഴ്മയായി ചോദിക്കുന്നു, വെള്ളം തരൂ എന്നൊക്കെയാണ് ഈ പറയുന്ന പാകിസ്ഥാൻ്റെ പല ഉദ്യോഗസ്ഥരും പ്രധാനികളുമൊക്കെ നമ്മളോട് ചോദിക്കുന്നത്. 19 മണിക്കൂറാണ് ലോക്സഭയിൽ ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ച നടന്നത്. 1960 നെഹ്റു സർക്കാർ പാകിസ്ഥാനുമായി സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യയുടെ അന്തസ്സിനോടുള്ള വലിയ വഞ്ചനയാണ്. രാജ്യ താൽപ്പര്യങ്ങൾ പണയം വയ്ക്കുന്നത് കോൺഗ്രസിന് ഒരു ശീലമാണ്. അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് സിന്ധു നദീജല കരാർ. ഇന്ത്യയിൽ ഉത്ഭവിച്ച നദിയുടെ 80% വെള്ളത്തിനും പാകിസ്ഥാൻ അവകാശം നൽകി. പൗരന്മാരുടെയും കർഷകരുടെയും താൽപ്പര്യങ്ങൾക്കായാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത്. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകാൻ കഴിയില്ലെന്ന് ഇന്ത്യ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. മുൻ സർക്കാരുകൾ സിന്ധു നദീജല കരാറിനെ അവഗണിച്ചു. നെഹ്റുവിൻ്റെ ഭരണത്തിലുണ്ടായ തെറ്റുകൾ തിരുത്താൻ പിന്നീട് വന്ന ഒരു കോൺഗ്രസ് സർക്കാരിന് കഴിഞ്ഞില്ല. ആ തെറ്റുകൾ പരിഹരിക്കുന്നതിന് അവർ പരാജയപ്പെട്ടു. എന്നാൽ ആ തെറ്റുകൾ തിരുത്താൻ ഇന്ത്യ നിർണായകമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാന് 80% വെള്ളവും ഇന്ത്യക്ക് 20% വെള്ളവും ലഭിച്ചു. എന്ത് തരം നയതന്ത്രമാണിത്? കരാർ ഒപ്പുവെച്ചില്ലായിരുന്നുവെങ്കിൽ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമായിരുന്നു. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ നിന്ന് നിരവധി പദ്ധതികൾ നിർമ്മിക്കാനാവുമായിരുന്നു. ഇന്ത്യക്ക് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും കഴിയുമായിരുന്നു. പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞ വാക്കുകളാണിത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ റിസോഴ്സുകൾ, നമുക്ക് ഊർജം തരേണ്ട ഇടങ്ങൾ, നമുക്ക് കൃഷിക്ക് സഹായകമാകേണ്ട ഇടങ്ങൾ, ഇതെല്ലാം തന്നെ പാകിസ്ഥാന് ഈ കഴിഞ്ഞ 70 വർഷവും നമ്മൾ വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വൈകിയ വേളയിൽ ഇനി എത്രയോ കാലം കഴിഞ്ഞു. ലോകത്ത് വലിയ പുരോഗതി ഇന്ത്യ കൈവരിക്കേണ്ട ഒരുപാട് ഘടകങ്ങൾ പിന്നിലാക്കപ്പെട്ടു. എന്നിട്ടും ഇന്ത്യ ഇന്ന് കുതിച്ചുയരുകയാണ്. ആ ഉയർച്ചയുടെ കാരണം കഴിഞ്ഞ 11 വർഷമായി ഭരിക്കുന്ന സർക്കാരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മെഴുകുതിരി സായാഹ്നങ്ങളിലൂടെ ഭീകരതയെ അപലപിച്ചിരുന്ന ആ കാലം പോയി. ഇന്ന് ഇന്ത്യയുടെ കയ്യിലുള്ളത് മിസൈലുകളാണ്. ആ മിസൈൽ കൊണ്ട് ഭീകരതയ്ക്ക് കൃത്യമായ മറുപടി കൊടുക്കും. എങ്ങനെയാണ് മറുപടി കൊടുത്തത്? നിമിഷങ്ങൾ കൊണ്ട്. ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുൻപ് മുഴുവൻ ഭീകര കേന്ദ്രങ്ങളും തടിച്ചു തകർത്തു. പിന്നെയും പ്രകോപനവുമായിട്ട് വന്ന പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങളും റഡാർ സംവിധാനങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം തകർത്തു. ഇന്നും അവരുടെ പ്രതിരോധ മേഖല ICUവിലാണെന്ന് പ്രധാനമന്ത്രി ഇന്നലെ പാർലമെൻറ്റിൽ പറഞ്ഞു. കൃത്യമായ സന്ദേശമാണത്. ഇനിയും ഇന്ത്യയോട് മുട്ടാൻ നിന്നാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറഞ്ഞത്, പാകിസ്ഥാൻ വലിയ പ്രകോപനത്തിന് തയ്യാറെടുക്കുകയാണ്, നിങ്ങളെ ആക്രമിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവർ ചെയ്യുന്നുണ്ടെന്ന്. ഏതെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായാൽ, നമ്മളെ ആക്രമിക്കാൻ ഏതെങ്കിലും തരത്തിൽ തുനിഞ്ഞാൽ കൃത്യമായ മറുപടി കൊടുക്കുമെന്ന് നരേന്ദ്രമോദി അപ്പോൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇവിടെ നമുക്ക് ഒരു കാര്യം തർപ്പിച്ച് പറയാൻ കഴിയും. പോയ കാലത്ത് ഇന്ത്യ എടുക്കാത്ത
ശക്തമായ നയതന്ത്രത്തെ ഇന്ന് ഇന്ത്യ തിരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ട് പലപ്പോഴും ഇന്ത്യയുടെ സമീപനം എങ്ങനെയാണ്, പീകോക്ക് പോളിസിയാണ് ഇന്ത്യക്കുള്ളത്, ഒരു ഭംഗിയായ സുന്ദരമായ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു നയതന്ത്രം. ആ നയതന്ത്രമല്ല, അപ്പുറത്ത് ചൈന എടുക്കുന്നത് വ്യാളിയുടെ നയതന്ത്രമാണ്, ഡ്രാഗൺ ഫോറിൻ പോളിസിയാണ്. നമുക്ക് വേണ്ടത് ബംഗാൾ ടൈഗറിൻ്റെ കരുത്താണ്. ആ കരുത്തോടു കൂടിയുള്ള ഒരു ഫോറിൻ പോളിസിയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഇപ്പോൾ മാറ്റിയിരിക്കുന്നു, ഇന്ത്യ ടൈഗർ പോളിസിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ ടൈഗർ പോളിസിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ശക്തമായ മറുപടികൾ ഏത് രാജ്യത്തിനായാലും കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് നമ്മുടെ ഡെപ്യൂട്ടി ചീഫ് ആർമി ചീഫ് കൃത്യമായി പറഞ്ഞിരുന്നു, നമ്മൾ ഒരു അതിർത്തിയിൽ 3 ശത്രുക്കളോടാണ് ഏറ്റുമുട്ടിയത്. ഒന്ന് ചൈന, ഒന്ന് തുർക്കി, ഒന്ന് പാകിസ്ഥാൻ. പാകിസ്ഥാൻ അതിർത്തിയാണെന്നേ ഉള്ളൂ. ഈ പറയുന്ന ആയുധങ്ങൾ മുഴുവൻ കൊടുത്തത് ചൈനയാണ്. ചൈനയോട് നമ്മളത് മുഖത്ത് നോക്കി ചോദിച്ചിട്ടില്ല ഇതുവരെ. ചോദിക്കാതെ തന്നെ അവർക്കറിയാം ഇന്ത്യയോട് ചെയ്തത് തെറ്റായി പോയി എന്നുള്ളത്. കാരണം ഇന്ത്യ അതിനുള്ള മറുപടി ഘട്ടം ഘട്ടമായി കൊടുത്തോളൂ. ചൈനക്കാർ നമുക്കെതിരെ ആയുധങ്ങൾ കൊടുത്തു, നമുക്ക് പ്രത്യക്ഷത്തിൽ യുദ്ധം ചെയ്തില്ല എന്നേ ഉള്ളൂ. അവർ ശരിക്കും ആയുധം കൊടുത്തത് ചൈനയല്ലേ, തുർക്കിയല്ലേ, പാകിസ്ഥാന്. ഒന്നും വിലപ്പോയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇന്ത്യ തക്കതായിട്ടുള്ള, അത് മാത്രമല്ല വിവര കൈമാറ്റവും ചെയ്തു. സാറ്റലൈറ്റുകൾ വഴിയുള്ള മുഴുവൻ വിവരങ്ങളും ഇന്ത്യൻ ആർമിയുടെയും ഈ പറയുന്ന സൈനിക കേന്ദ്രങ്ങളുടെയും എവിടെ നിന്ന് എങ്ങോട്ടൊക്കെയാണ് ആക്രമണം വരുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ ചൈന നൽകിയത് പാകിസ്ഥാനാണ്. ഈ പറയുന്ന ഡ്രോണുകൾ, കില്ലർ ഡ്രോണുകൾ ഇത്രയും കൊടുത്തത് തുർക്കിയാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം തുർക്കിയുടെ ഉദ്ദേശം എന്താണ്. തുർക്കിയുടേത് ലോക ഇസ്ലാമിൻ്റെ നേതാവാവുക എന്നുള്ളതാണ്, ഭീകരതയ്ക്ക് കുടപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചൈനയുടെ ഇന്ത്യയെ ഏത് വിധേനയും തകർക്കുക എന്നുള്ളതാണ്. നമ്മൾ തായ്വാൻ ആയുധങ്ങൾ കൊടുക്കാൻ പോവുകയാണ്. കൃത്യമായിട്ട് നമ്മളുടെ D4 അടക്കമുള്ള ഡ്രോൺ വേദ സംവിധാനങ്ങളും ഈ പറയുന്ന മിസൈൽ സംവിധാനങ്ങളും ഒക്കെ തന്നെ തായ്വാന് കൈമാറും. എപ്രകാരം പാകിസ്ഥാനെ ചൈന പിന്തുണച്ചു അതേ രീതിയിലുള്ള മറുപടി നമ്മൾ തായ്വാൻ ആയുധങ്ങൾ നൽകിക്കൊണ്ട് നടത്തുമ്പോൾ ചൈനയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, ഇതാണ് ഞങ്ങൾ അവരോട് ചെയ്തത്. അതേ നാണയത്തിൽ മറുപടി കൊടുക്കുക എന്നുള്ളത്. മൻമോഹൻ സിംഗ് വിതുമ്പിക്കരഞ്ഞുകൊണ്ട് പണ്ട് 26/11 ഉണ്ടായപ്പോൾ, മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ പറഞ്ഞ് ഈ പറയുന്ന ഭീകരാക്രമണത്തെ അപലപിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ മോദി അപലപിക്കാനൊന്നും പറയാനൊന്നുമില്ല. കൃത്യമായ മറുപടി പാകിസ്ഥാൻ കൊടുത്തു. അവിടെ ഭീകരതയുടെ പ്രഭവ കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർത്തു. ഇന്ന് ഈ സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്മാറിയതിന് പിന്നാലെ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കാൻ പോകുന്നത്. 100 കനാലുകൾ ഇന്ത്യ നിർമ്മിക്കുന്നു. ആ കനാലുകളിലൂടെ ഹരിയാനയിലും പഞ്ചാബിലും ഒക്കെയുള്ള കർഷകർക്ക് ജലലഭ്യത ഉറപ്പാക്കാൻ കഴിയും. സിന്ധു നദീജലത്തിൻ്റെ വെള്ളം അങ്ങനെ ഇപ്പോൾ കൊണ്ടുപോകണ്ട എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. നമ്മുടെ രാജസ്ഥാൻ മേഖലയിലടക്കമുള്ള സ്ഥലങ്ങളിലെ മരുവൽക്കരണത്തെ തടയാൻ ഈ കനാൽ സംവിധാനങ്ങൾക്ക് കഴിയും. വ്യാപകമായ ആ മേഖലയിൽ കൃഷി നടത്താൻ കഴിയും. നല്ല ഫലഭൂയിഷ്ടമായ പ്രദേശമാണ് ഈ പറയുന്ന രാജസ്ഥാനിലേത്. അവിടെ ജലദൗർലഭ്യം മാത്രമാണ് കൃഷിക്ക് തടസ്സമായി നിൽക്കുന്നത്. കൃത്യമായി വെള്ളം ലഭിക്കുകയാണെങ്കിൽ നല്ല ഉൽപ്പാദനം നടത്താൻ കഴിയുന്ന മേഖലകളാണ് ഇവയൊക്കെ തന്നെ. അപ്പോൾ ഈ മേഖലയിൽ കൃഷി ആരംഭിച്ചു കഴിഞ്ഞാൽ മരുവൽക്കരണത്തെ കൂടി തടയാനും കൂടുതൽ ഉൽപ്പാദനക്ഷമത വർദ്ധിക്കാനും ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനും ഒക്കെ തന്നെ കഴിയും. അത്തരത്തിൽ ഇന്ത്യയുടെ ശോഭനമായ വളർച്ചയ്ക്ക്, കുതിച്ചുയരലിന് ഇതെല്ലാം തന്നെ സഹായകമാവുകയും ചെയ്യും. അവിടെയാണ് ആ കുതിപ്പിനെയാണ്, ആ വികസനത്തെയാണ് കാലങ്ങളോളം തന്നെ ഈ പറയുന്ന സർക്കാരുകൾ തടഞ്ഞു നിർത്തിയിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ കൃത്യമായ മറുപടി, കൃത്യമായ നിലപാടെടുക്കണമെങ്കിൽ ശക്തമായ ഒരു നേതൃത്വം, ശക്തമായ ഒരു പ്രധാനമന്ത്രിയൊക്കെ തന്നെ വേണം. അതാണ് ഇന്ത്യ ഇന്ന് എടുത്തിരിക്കുന്ന നയം. ആ നയത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ കൃത്യമായ മറുപടി ഉണ്ടാകും, കൃത്യമായ തീരുമാനങ്ങളുണ്ടാകും. അതിലൂടെ ഇന്ത്യയുടെ പുരോഗതിയും കൈവരിക്കാനാവും. നരേന്ദ്രമോദി കൃത്യമായ മറുപടിയാണ് കോൺഗ്രസിനടക്കം കൊടുത്തിരിക്കുന്നത് ലോക്സഭയിൽ എന്നുള്ളതാണ്. കോൺഗ്രസിനായിരുന്നല്ലോ, രാഹുൽ ഗാന്ധിക്കായിരുന്നു സംശയം, എത്ര വിമാനങ്ങളാണ് നമ്മളുടെ നഷ്ടപ്പെട്ടത്, എവിടെ ആക്രമണം നടത്തിയ ഭീകരർ എവിടെയെന്ന്. ആക്രമണം നടത്തിയ ഭീകരരുടെ ചിത്രങ്ങൾ, വെടിയേറ്റ് നിലത്ത് വീണ് കിടക്കുന്നതിൻ്റെ ചിത്രങ്ങൾ ഇന്നലെ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മുടെ മാധ്യമങ്ങളിലൂടെ ഇന്ത്യ സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. അതാണ് ഇന്ത്യ കൊടുക്കുന്ന മറുപടി. ഈ രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല. ഈ പറയുന്ന തെറ്റുകൾ, നെഹ്റു വരുത്തിയ തെറ്റിനെ ഇന്ത്യ തിരുത്തിയിരിക്കുന്നു. ശക്തമായ നിലപാടിലൂടെ ഇന്ത്യ മുന്നോട്ട് പോകുന്നു. സിന്ധു വെറും സിന്ധുവല്ല, അത് ഇന്ത്യയുടെ അഭിമാനമാണ്, അത് ഇന്ത്യയുടെ കരുത്താണ്. ഇനി ആ കരുത്ത് ഇന്ത്യയിലൂടെ തന്നെ ഒഴുകും, പാകിസ്ഥാനിലൂടെയല്ല.